എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കർക്കിടവാവിനെ പറ്റിയാണ്. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ്. കർക്കിടകവാവ് പിതൃദോഷം മാറാൻ കർക്കിടക അമാവാസി ദിവസത്തിൽ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുക. ഇത് കുടുംബത്തിലെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. വാവ് ദിവസത്തിൽ ഉപവാസത്തോടു കൂടി പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യാം. വിധിപ്രകാരം ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അശരണർക്ക് ദാനം നൽകുകയുമാണ് പിതൃദോഷങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗങ്ങൾ. കുടുംബ വഴക്ക്, വംശനാശം, മംഗളകർമ്മ തടസ്സം, മനഃശാന്തിക്കുറവ്, വിട്ടുമാറാത്ത രോഗം എന്നിവ സംഭവിക്കുന്നത് പിതൃദോഷം കൊണ്ടാവാം. കർക്കിടക വാവ് ദിവസം പിതൃബലിയും കാക്കയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാക്ക യമലോകത്തിൻ്റെ പടിവാതിക്കൽ എപ്പോഴും ഉണ്ടാവുമെന്നാണ് വിശ്വാസം. യമൻ്റെ ദൂതനാണ് കാക്ക എന്നും പറയുന്നു. അതുകൊണ്ട് കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ യമലോകത്ത് ജീവിക്കുന്ന പിതൃക്കൾക്ക് സമാധാനമുണ്ടാകുമെന്നും അവരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. ബലിച്ചോറ് കാക്ക തൊടാതിരുന്നാൽ പിതൃക്കൾക്ക് നീരസം ഉള്ളതായി കരുതാം. അതുകൊണ്ട് നാം കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ പിതൃശാപം നീങ്ങുമെന്നും പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. പൂർവികരുടെ ആത്മാക്കൾക്ക് ബഹുമാനിക്കപ്പെടുന്ന ചടങ്ങാണ് പിണ്ടദാനം, തർപ്പണം എന്നിവ ഉൾപ്പെടുന്നു. കർക്കിടക വാവ് ദിവസം പുണ്യനദികളിൽ കുളിക്കുന്നതും പാവങ്ങൾ ശുദ്ധീകരിക്കുകയും പുണ്യം നൽകുകയും ചെയ്യും. പൂർവികരെ പ്രീതിപ്പെടുത്തുകയും പിതൃദോഷം ഇല്ലാതാക്കാനും ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് കർക്കിടക വാവ് ദിവസം. കുടുംബത്തിൽ സദാ ആർക്കെങ്കിലും തുടർച്ചയായി അസുഖങ്ങൾ വരിക, സന്താനങ്ങളിൽ നിന്ന് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുക, എത്ര ധനമുണ്ടായാലും അനാവശ്യ ചിലവുകൾ കാരണം ധനനഷ്ടപ്പെടുക, മരിച്ചുപോയവരെ എപ്പോഴും സ്വപ്നത്തിൽ കാണുക, കുടുംബത്തിൽ അകാല മരണങ്ങൾ സംഭവിക്കുക, ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നത് പിതൃദോഷം കൊണ്ടാണ്. ഏതൊരു ശുഭകാര്യത്തിനും വീട്ടിൽ തടസ്സമുണ്ടാകുന്നത് പിതൃദോഷം കൊണ്ടാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരം അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു ജ്യോതിഷിയെ കണ്ട് പരിഹരിക്കുക. പിതൃകർമ്മം വേണ്ടവിധം അനുഷ്ഠിക്കുന്നതാണ് പിതൃദോഷത്തിന് പരിഹാരം. കർക്കിടക വാവ് ദിവസങ്ങളിൽ വാവ് ബലി ഇടുന്നവർ വാവ് ദിവസം തലേന്ന് വ്രതം ആചരിക്കണം. മത്സ്യവും മാംസവും കഴിക്കരുത്. ധാന്യഭക്ഷണം ഒരു നേരം മാത്രം കഴിക്കുക. ഇങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. കർക്കിടക വാവ് ദിവസം വടക്കോട്ട് മരിച്ചുപോയവർക്ക് അകത്ത് വെച്ച് കൊടുക്കുന്ന ചടങ്ങുമുണ്ട്. മരിച്ചുപോയവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമുണ്ടാക്കി അകത്ത് വച്ചു കൊടുക്കുന്ന ചടങ്ങ്. പൂർവികരെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ ചെയ്യാവുന്നതും നല്ലതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം.